അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ട കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ 8 പ്രതികളും മണ്ണാർക്കാട് SC/ST കോടതിയിൽ ഹാജരായി. പ്രതികളെ ഏപ്രിൽ 6 വരെ റിമാൻഡ് ചെയ്തു. ഏപ്രിൽ 8-ന് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. കൊല്ലപ്പെട്ട രംഗനാരായണൻ ബഘേലിന്റെ ഭാര്യയുടെയും സഹോദരന്റെയും അപേക്ഷകളും കോടതി അന്ന് പരിഗണിക്കും. ഇരയുടെ ബന്ധുക്കൾക്ക് പറയാനുള്ളതുകൂടി കേട്ട ശേഷമാകും ഏപ്രിൽ 6-ന് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുകയെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. നേരത്തെ ജാമ്യം അനുവദിച്ചപ്പോൾ ഇരയുടെ ബന്ധുക്കളെ കേട്ടില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു. മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി ജനുവരിയിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കേസിൽ തെളിവ് നഷ്ടപ്പെട്ടേക്കുമെന്നും ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം വാദിച്ചു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികളെ ഏറെ ശ്രമകരമായാണ് പിടികൂടിയതെന്നും ജാമ്യത്തിലിറങ്ങി വീണ്ടും ഒളിവിൽ പോയേക്കാമെന്നതും ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിന്റെ വാദങ്ങൾ ഹൈക്കോടതി പരിഗണിച്ചതോടെയാണ് 8 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കിയത്. കുറ്റപത്രം വൈകരുതെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. അതിനാൽ കുറ്റപത്രം നൽകാനുള്ള നടപടികളും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളിൽ ഒരാളെ മാപ്പ് സാക്ഷിയാക്കുമെന്നും വിവരമുണ്ട്. കഴിഞ്ഞ ഡിസംബർ 17-ന് വൈകിട്ടാണ് ഈസ്റ്റ് അട്ടപ്പള്ളത്ത് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ബാഗേൽ ആൾക്കൂട്ടാക്രമണത്തിനിരയായത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അന്ന് രാത്രി മരിച്ചു. ക്രൈംബ്രാഞ്ച് DYSP PK രാജ്മോഹന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. ഏപ്രിൽ 8-ന് രാംനാരായൺ ബാഗേലിന്റെ ബന്ധുക്കളെ കേൾക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ പറഞ്ഞു. വാളയാർ ആൾക്കൂട്ട കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജാമ്യം റദ്ദ് ചെയ്തിട്ടുള്ള ഉത്തരവ് പ്രകാരം അതിലെ 6-ാം പ്രതി ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പ്രതികളും ഇന്ന് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതി മുമ്പാകെ ഹാജരായി. അവരെ 6-4 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾ 6-ാം പ്രതി ഒഴിച്ച് മറ്റുള്ള പ്രതികളെല്ലാം തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട സ്പെഷ്യൽ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ജാമ്യാപേക്ഷയും റിമാൻഡ് ചെയ്ത 6-4 തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് SC/ST ആക്ട് 15A(3) പ്രകാരം മരണപ്പെട്ട ആളുടെ വിക്ടിമിന്റെ ബന്ധുവിനെ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റിനെ അവർക്ക് പറയാനുള്ള കൂടി കേൾക്കണം എന്ന ഒരു കാരണം അത് ചെയ്തിട്ടില്ല എന്നതാണ് പ്രധാനമായും ഈ ജാമ്യം റദ്ദ് ചെയ്യുന്നതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാരണം. ആയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കൂടി കേൾക്കുന്നതിന് വേണ്ടി, ഈ മരണപ്പെട്ട ആളുടെ ഭാര്യയെ അല്ലെങ്കിൽ ബന്ധുക്കളെ കേൾക്കുന്നതിന് വേണ്ടി, ഡിപ്പെൻഡന്റിനെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് 6-4 വെച്ചിട്ടുള്ളത്. അവർക്ക് നോട്ടീസും ബഹുമാനപ്പെട്ട കോടതി ഓർഡർ ആക്കിയിട്ടുണ്ട്. അവരെ കൂടി ഹാജരാക്കി 6-4 അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് പ്രതികളുടെ ജാമ്യാപേക്ഷയും മറ്റു കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുന്നതാണ്. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.